അതെ, കളിയാക്കരുത്, ആരും കൊല്ലരുത് എന്നെ. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു സംഭവമാണ്. പക്ഷെ എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാനിപ്പം എൻ്റെ റൂമിലില്ല. ഞാൻ റൂമിൽ നിന്ന് വേറൊരു ബ്ലോക്കിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്താ പറയുക, ആ സംഭവം കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ പിന്നെ അത് പോകുന്നിടത്ത് മൊത്തം കൊണ്ട് നടക്കാനും പറ്റില്ല. കാരണം ഞാൻ നാളെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അത് കൊണ്ട് നടക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഈ സാധനം ഇന്ന് തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഫേഷ്യൽ ഇടുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിക്കാൻ പോവാണ്. രണ്ടടൈ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കൊപ്പക്കായ അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്കൊരു ഫാമിലി നമ്മളെ വിളിച്ച് കൊപ്പക്കായും കുറച്ച് മാങ്ങയൊക്കെ തന്നു. അപ്പോൾ ഞാൻ വേണ്ട വേണ്ട പറഞ്ഞിട്ടും അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഈ സംഭവം ഞാൻ ഇനി 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തുള്ളൂ. ഇതെനിക്ക് എന്തായാലും ഇതൊരാൾക്ക് കൊടുക്കാനും പറ്റണില്ല. ഞാൻ 1-2 പേരോട് ചോദിച്ചു, നിങ്ങൾ കൊണ്ടോക്കോന്ന്. അവർക്ക് ആർക്കും അത് വേണ്ട. അപ്പം ഇത് എനിക്കാണുള്ളത് കളയാനും തോന്നണില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്, ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പം എനിക്കിത് കളയാനും തോന്നണില്ല. നല്ലോണം പഴുത്തിട്ടുണ്ട്, നല്ല മധുരവും. നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിപ്പം എന്തിനത് കളയാൻ നിൽക്കുന്നത്? കാശ് കൊടുത്ത് മേടിക്കുകയാണ്. ഇവിടെ എത്ര രൂപയാണെന്നറിയോ? 50, 60, 80 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഞാനിത് സാധാരണ വാങ്ങാറ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വെറുതെ നമ്മൾ ഇഷ്ടംപോലെ എന്താ പറയുക, കുറെ കളയും അല്ലേ? അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, സുലഭമായി ലഭിക്കുന്നവരേട്ടാ. കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എനിക്ക് ഈ സംഭവം കാശ് കൊടുത്താലല്ലാതെ കിട്ടത്തില്ല. അപ്പം ഞാനൊരു 50, 60 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങുന്നത്. അത് ചിലപ്പോൾ മധുരം ഉണ്ടാവും, ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല. അപ്പം അത് കണ്ട് ഇതാണെങ്കിൽ നല്ല സംഭവം. ആള് ശരിക്കും കൊപ്പമരത്തുമെന്ന് എനിക്ക് പൊട്ടിച്ച് തന്നതാണ്. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പം ഇത് കൊണ്ട് നടന്നാൽ ഇനി അത് കഴിഞ്ഞ് പോകും. അപ്പം അത് കാരണം കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കട്ടെ കേട്ടാ. അപ്പം ഇടയിലൊരു കോള് വന്നു, അത് കാരണം കൊണ്ട് കട്ടായി. അപ്പം പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിനാ പിന്നെ ഇത് കളയാൻ പോകുന്നത്? ഇത്രയും നല്ലൊരു സംഭവം, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഒരു തരത്തിലും വേറെ എന്താ പറയുക വിഷവസ്തുക്കളൊന്നും ഇതിൽ ഉണ്ടാവാത്ത ഈ ഒരു സംഭവത്തെ ഞാൻ എന്തിനു പിന്നെ വെറുതെ കളയാൻ പോകുന്നു അല്ലേ? സത്യമല്ലേ? പക്ഷെ ഇത് നമുക്ക് ചെത്തി കഴിക്കാനൊന്നും പറ്റില്ല. കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അന്ന് വരുമ്പം ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ സ്പൂണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പൂണ് വെച്ച് ഞാനിത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തപ്പോഴേ തന്നെ അത് പൊളിഞ്ഞു പോകുന്നു. അത്രയും പഴുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സംഭവം നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച്. ഓക്കെ, ഇനി നിങ്ങൾ എന്നെ കൊല്ലേണ്ടവർക്ക് കൊല്ലാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഞാനിത് കഴിച്ചുകൊണ്ടേയിരിക്കും. സൂപ്പർ. ഇത് ശരിക്കും നമ്മളെ ഷെയ്ക്കൊക്കെ കോരി കുടിക്കില്ലേ, അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം അമ്മ അതിൽ പഴുത്ത് ഇതായിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോക്ക്, ഇത്ര ആക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ കുരൊക്കെ മാറ്റി വെച്ചു. ഇതിൽ കുറേ ഒന്നും എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഓട്ടവ നോക്ക്. അപ്പം എന്തായാലും ഞാനിത് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇതുപോലെ അനുഭവം ചിലപ്പോൾ എനിക്ക് മാത്രം ഉണ്ടായി കാണുള്ളായിരിക്കും. നമ്മൾ വീട്ടിലും കൂടിയല്ല. അപ്പം ഞാനിപ്പോൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇനി ഇവിടുന്ന് നാളെ പോവുള്ളൂ. അപ്പം ഇവരോട് കത്തിയും കടാരയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും എന്തിനാവുമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള സ്പൂണൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നൈസായിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പപ്പായ തിന്ന് ഇനി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കമൻറ്റ് കൊല്ലവിളി വരും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. എന്നിരുന്നാലും വേണ്ടിയില്ല, ഞാനിത് പോസ്റ്റ് ഉറപ്പായിട്ടും പോസ്റ്റ്. അല്ല പിന്നെ ബൈ.